നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ പൊരിഞ്ഞ പോരാട്ടം നടത്തുന്ന CPM അണികൾക്കും കോൺഗ്രസ് അണികൾക്കും ഇതാ ഒരു വ്യത്യസ്തമായ വാർത്ത. തമിഴ്നാട്ടിൽ CPM സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ച രാഹുലിന്റെ പ്രസംഗം. രാജ്യം മുഴുവൻ ഓടി നടക്കുന്നതിനിടയിൽ തമിഴ്നാട്ടിലെ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രസംഗിക്കാൻ രാഹുൽ വന്നിരിക്കുന്നു. കേരളത്തിലെ 20 UDF സ്ഥാനാർത്ഥികൾക്കും വയനാട്ടിൽ തനിക്ക് തന്നെയും പോലും വോട്ട് ചോദിക്കാൻ സമയം കണ്ടെത്താനാവാത്ത രാഹുൽ ഗാന്ധിയാണ് തമിഴ്നാട്ടിൽ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത്. അതായത് വയനാട്ടിലെ സ്വന്തം സ്ഥാനാർത്ഥിത്വത്തെക്കാൾ പോലും പരിഗണന CPM സ്ഥാനാർത്ഥികൾക്ക് നൽകി എന്നർത്ഥം. മധുരയിലെ CPM സ്ഥാനാർത്ഥി C വെങ്കടേഷിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നത്. കോൺഗ്രസ് DMK സഖ്യത്തിന്റെ ഭാഗമായി CPM-ഉം CPI-യും മുസ്ലിം ലീഗും ഒരേ വേദിയിൽ അണിനിരന്ന കാഴ്ച മധുരയുടെ സമീപ മണ്ഡലമായ വിരുദുനഗറിലായിരുന്നു. അതായത് തമിഴ്നാട്ടിൽ CPM മത്സരിക്കുന്നത് കോൺഗ്രസ് മുസ്ലിം ലീഗ് പാർട്ടികൾക്ക് ഒപ്പം ഒരേ മുന്നണിയിൽ. തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗ് CPM-ഉമായി കൈകോർത്തും കെട്ടിപ്പിടിച്ചും കൂട്ടുകാരായും നടക്കുന്നത് കേരളത്തിലെ ഇടതു പ്രവർത്തകർ അറിയണം. വെറും ഒരു അതിർത്തി കടന്നാൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ CPM-നും മുസ്ലിം ലീഗുമായും കോൺഗ്രസുമായുമെന്ന് ഇതാ തെളിവുകൾ സഹിതം പുറത്തു വരുന്നു. കേരളത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും കൊമ്പുകോർക്കുന്നതിനിടെ തമിഴ്നാട്ടിൽ CPM സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നല്ല മനസ്സും സഹകരണവും കേരളത്തിലെ CPM-കാർ അറിയണം. അത്രയ്ക്കുള്ള വിഷയവും ശത്രുതയുമൊക്കെ കോൺഗ്രസും പിണറായി വിജയനുമായിട്ടൊക്കെയുള്ളൂ. കേരളം വിട്ടാൽ പിന്നെ എല്ലാം ഭായി ഭായി എന്ന മട്ടിൽ തന്നെ. ദില്ലിയിലെത്തിയാൽ രാഹുൽ നേതാവ്, CPM സ്ഥാനാർത്ഥി ജയിച്ചാൽ പാർലമെന്റിൽ വോട്ട് രാഹുലിന് തന്നെ. ഇതെല്ലാം തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും പാർട്ടിക്കാർക്കും നന്നായി അറിയാം. തൂത്തുക്കുടിയിലേക്കുള്ള ദേശീയപാതയോരത്ത് കോൺഗ്രസ് CPM കൊടികൾ തോളൊരുമി നിൽക്കുന്നു. ഇടയ്ക്ക് മുസ്ലിം ലീഗിന്റെ പതാകയും പാറിക്കളിക്കുന്നു. ഒരേ തണ്ടിൽ അരിവാൾ ചുറ്റിക നക്ഷത്രവും കൈപ്പത്തിയും ലീഗ് പതാകയും. നോക്കുക, കേരളത്തിലെ ശത്രുക്കൾ അതിർത്തി കടന്നപ്പോൾ എന്ത് സ്നേഹത്തിലാണ്. ഇടതു സ്ഥാനാർത്ഥിയുടെ സമ്മേളനത്തിന് പ്രവർത്തകരെത്തിയത് CPM-ന്റെയും കോൺഗ്രസിന്റെയും പതാകകൾ സ്ഥാപിച്ച വാഹനങ്ങളിലായിരുന്നു. എന്തായാലും തമിഴ്നാട്ടിൽ CPM സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ രാഹുൽ തന്നെയായിരുന്നു എത്തിയത് എന്ന സത്യം ആർക്കും നിഷേധിക്കാനാകില്ല. കേരളത്തിൽ രാഹുലിനെതിരെ പ്രസംഗിക്കുന്ന കോൺഗ്രസ് വിരോധം പറയുന്ന CPM നേതാക്കൾ ഇതെല്ലാം കാണുമ്പോൾ എന്തിനി പറയാനുണ്ട് എന്നതാണ് അടുത്ത ചോദ്യം. എന്തായാലും ഒരു കുടക്കീഴിൽ കൈപ്പത്തി പിടിച്ചു പോകുന്ന CPM കോൺഗ്രസ് ലീഗ് പ്രവർത്തകരെ മധുരയിൽ കാണുമ്പോൾ തന്നെ കൗതുകം തോന്നുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.